ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഈ ക്വാർട്ടറിലെ അവസാനത്തെ പാഠം 13 ഇന്ന് പ്രവേശിക്കുന്നത്. ഈ 12 പാഠങ്ങളിലൂടെയും നമ്മൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം എന്തായിരുന്നു എന്ന് കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്, അത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ്. യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൽ മിസ്സിസ് വൈറ്റ് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവപുത്രനായ യേശുക്രിസ്തു ഇവിടെ വന്നത് ദൈവ തേജസ് മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെടുത്തുവാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ്. അതിൻ്റെ കാരണം നമ്മുടെ പ്രതിയോഗിയായ അല്ലെങ്കിൽ ദൈവത്തോട് എന്നും മത്സരിക്കുന്ന ആ ലൂസിഫർ ആയിരുന്ന പിന്നീട് പിശാചായി മാറിയ അല്ലെങ്കിൽ സാത്താനായി മാറിയ, ശത്രുവായി മാറിയ ആ ദൂതൻ ദൈവ സ്വഭാവത്തെ എത്രമാത്രം വികലമായിട്ടാണ് ആദ്യ മാതാപിതാക്കളുടെ മുൻപിൽ അവതരിപ്പിച്ചതും അവരുടെ വിശ്വാസം, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയതും, അതുപോലെ പിശാചിനെ വിശ്വസിക്കാനിടയായി തീർന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ആ ദൈവ സ്വഭാവം അവൻ വികലമാക്കി കാണിച്ച ദൈവ സ്വഭാവം അതല്ല ശരിയായ ദൈവം എന്ന് കാണിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ ഉള്ള യേശു അതിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് ഓരോരോ സംഭവങ്ങളും നടന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ അതിലും വലിയ സന്തോഷമുള്ള ഒരു കാര്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന തലക്കെട്ടോടുകൂടിയ ഒരു പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഈ പാഠത്തിൽ ഇതിൻ്റെ മനപ്പാഠവാക്യം, അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല, അവനെ വച്ച സ്ഥലം ഇതാ. മർക്കോസ് 16:6. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പാഠം ആരംഭിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ദൈവമേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് അടിയങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ നാഥ, അവിടെ നിന്ന് അടിയങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണം നാഥ. അത് ശരിയായി ഗ്രഹിക്കുവാനും അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. അതനുസരിച്ച് അടിയങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഇത്രയും പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ? ആ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിശ്വാസമാകുന്നത്. അതെല്ലാവരിലും ഉണ്ടാകണം എന്നാണ് അടിയൻ്റെയും പ്രാർത്ഥന. അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ അതിലേക്ക് വളരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു മർക്കോസ് 16 അധ്യായം മാത്രം. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16 അധ്യായമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 15 ലാസ്റ്റ് കുറച്ച് ഭാഗവും കൂടെ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങളും അതുപോലെ ലേഖനത്തിൽ നിന്നുള്ളതും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 16 അധ്യായത്തിൽ മരണാനന്തരം എന്ത് സംഭവിച്ചു, യേശുക്രിസ്തുവിന് മരിച്ചു, അടക്കപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം അവൻ്റെ ശിഷ്യന്മാരുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും മരണമണി മുഴക്കി. അവരുടെ ഗുരുവിൻ്റെ മരണവുമായി മല്ലിട്ടതുകൊണ്ട് മാത്രമല്ല, എന്നാൽ അവരുടെ സ്വന്തം ജീവനെ ഭയപ്പെടുക കൊണ്ടും കൂടെ അവർക്കതൊരു ഇരുണ്ട വാരാന്ത്യമായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും നിരാശയിലായിരിക്കുന്ന ഒരു സമയമാണിത്. അവരത്രയും നാൾ പ്രത്യാശ വച്ചിരുന്ന യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അവരാരും പ്രതീക്ഷിക്കാത്തൊരു മരണം. പക്ഷേ യേശു അതെല്ലാം മുൻകൂട്ടി 3 പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവരതിലൊന്നും അത് ശരിയായി അവർ ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ശിഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പേടിയുണ്ട്. സ്വന്തം പ്രാണനെ ഭയപ്പെട്ട്, സ്വന്തം ജീവനെ ഭയപ്പെട്ടും അവർ വളരെ നിരാശയിലും എല്ലാം ആയിരുന്ന ഒരു സമയമാണ്. അവർക്ക് പ്രത്യാശയൊന്നുമില്ലാത്ത, പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും മരണമണിയാണ് യേശുവിൻ്റെ മരണത്തോടുകൂടി അവർക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ ഉയർപ്പ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഞായറാഴ്ചയിലെ പാഠം പുനരുത്ഥാനത്തിലുള്ള സന്തോഷം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പുനരുത്ഥാന വിവരണത്തിൽ ഈ കഥ അത്ര അനുയോജ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 15:42 തുടങ്ങി ഉള്ള ഭാഗം, 15:42 ഇങ്ങനെ വായിക്കും. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായി ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസഫ് ഒന്ന് ധൈര്യത്തോടെ പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുപോയി എന്ന് പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവനെ വച്ച ഇടം മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കി കണ്ടു. ഇത് നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ മരണസമയത്ത് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും ഓടി മറഞ്ഞു. ജീവനെ ഭയപ്പെട്ട് അവരെല്ലാം ഓടി മറഞ്ഞപ്പോൾ ആ മരണസമയത്തും നമ്മൾ 15:40 ഇങ്ങനെ വായിക്കുന്നു. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. 40 വാക്യത്തിൽ. അപ്പോൾ ഇവർ ശിഷ്യന്മാരോടുകൂടെ യേശുവിൻ്റെ കൂടെ ദൈവവേല ചെയ്തവരാണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷനെയും തങ്ങളുടെ വസ്തുവ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ മിനിസ്ട്രി, വിമൻസ് മിനിസ്ട്രി എത്ര പ്രധാനപ്പെട്ടതാണ്. അത് യേശുവിനോടൊപ്പം ഈ സ്ത്രീകളും അന്ന് പട്ടണം തോറും സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗത്തിൽ പങ്കാളികളായിരുന്നു. അവരുടെ വസ്തുവകകൾ കൊണ്ട് ഈ ശിഷ്യന്മാർക്കും യേശുവിനും എല്ലാം ശുശ്രൂഷ ചെയ്തു പോകുന്ന പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ 12 ഈ സ്ത്രീകളും വേല ചെയ്തു. പക്ഷേ മരണസമയമായപ്പോൾ സ്ത്രീകളിൽ 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. വേറെ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. 41 വാക്യം, അവൻ ഗലീലയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ മിനിസ്ട്രി അവർ ഒരിക്കലും അടച്ച് വീട്ടിലിരുന്നുള്ള മിനിസ്ട്രി മാത്രമായിരുന്നില്ല. അന്ന് സ്ത്രീകളെല്ലാം ഇത്ര മാത്രം വെളിയിൽ സഞ്ചരിക്കുമോ എന്നുള്ളത് നമുക്ക് ഇത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നുവാണ്. പക്ഷെ അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു മിനിസ്ട്രിയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നത് മാത്രമല്ല, യേശുവിൻ്റെ മരണം വരെയും അവർ കൂടെയിരുന്നു. ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടും ഇച്ചിരി ദൂരെ മാറിയാണെങ്കിൽ അവരവിടെ തന്നെ നിന്നിരുന്നു. അവസാനം അവർ അവനെ കല്ലറയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അവനെ വച്ച ഇടം മഗ്ദലക്കാരി മറിയെ യോസയുടെ അമ്മ മറിയെ നോക്കിക്കണ്ടു. കാരണം എന്താണ്? ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തോട് ചെയ്യേണ്ട ആ ലാസ്റ്റ് റെസ്പെക്റ്റ്, അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കാരണം ശരീരം എടുത്ത് കല്ലറയിൽ വെച്ചപ്പോഴേക്കും ശബത്ത് നാൾ ആയി കഴിഞ്ഞു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ശബത്ത് കഴിയുന്നവരെ അവർ കാത്തിരുന്ന്. അത് കഴിഞ്ഞ ശേഷമാണ് അവർ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം വാങ്ങി യേശുവിനെ ആ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ വന്നപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും?
അതായിരുന്നു അവരുടെ പ്രശ്നം. ആരായിരിക്കും ഈ കല്ല് ആരും ഉരുട്ടി മാറ്റും, അതാണ് അവരെ ആകുലപ്പെടുത്തിയിരുന്നത്. പക്ഷെ അവർ വന്നപ്പോഴേക്കും കല്ലെല്ലാം ഉരുട്ടിക്കളഞ്ഞ് കല്ല് മാറ്റിയിരിക്കുന്നു. അന്നൊക്കെയുള്ള എല്ലാ കല്ലറകളും ഇങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള കല്ലറയല്ല, അതൊരു വലിയ ഒരു മുറി പോലെയായിരിക്കും. അതിൻ്റെ വെളിയിൽ ഒരു വാതിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്ന ഒരു ഭാഗം, അതിന് ഒരു ഉരുണ്ട കല്ല്, അല്ലെങ്കിൽ ഉരുണ്ടല്ല, സർക്കുലർ, വൃത്താകൃതിയിലുള്ള ഒരു കല്ല്, നമ്മളൊരു കാളവണ്ടിയുടെയൊക്കെ വീലിൻ്റെ അത്രയും വലിപ്പമുള്ള കല്ലാണ്. അത് ഉരുട്ടാനായിട്ടുള്ള ഒരു ചെറിയ ട്രാക്ക് പോലെ ഉണ്ടാക്കി വെച്ചതല്ല, അത് ഉരുട്ടി അതിലുള്ള ഒരു വഴി പോലെ അവിടെ ഉണ്ടാകും. അതിലൂടെ ആ കല്ല് ഉരുട്ടിയാണ് അടയ്ക്കുന്നത്. അപ്പോൾ അത് സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉരുട്ടി മാറ്റാനായിട്ട്. അപ്പം അധികാലത്തെ ആയതുകൊണ്ട് അവർക്കൊരു വിഷമമുണ്ട്, ഇത് ആര് നമ്മളെ ഒന്ന് സഹായിക്കും എന്നുള്ള ഒരു വ്യാകുലം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ വന്നപ്പോൾ അത് ഉരുട്ടിക്കളഞ്ഞതായിട്ട് കാണുന്നു. അത് ഏറ്റവും വലുതായിരുന്നു, ആ കല്ല് ഏറ്റവും വലുതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രയാസം ഉണ്ടായിരുന്നത്, ഇത് ആര് മാറ്റിത്തരും എന്നുള്ള ആ ഒരു വിഷമം. ഏത് കല്ലിനെ, ഏത് പ്രയാസത്തെ ഏറ്റവും വലുതായാലും അതിന് മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും പഠിക്കുന്നത്. അങ്ങനെ ഒരു കല്ലറയ്ക്കകത്ത് അവർ കടന്നു നോക്കിയപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തു ഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നത്. യേശു ക്രിസ്തു അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരും ഇത് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അവർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും വിശ്വസിക്കാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിക്കാത്തത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്തീയ സഭ. ക്രിസ്തീയ സഭയുടെ ആരംഭം ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ്. അതില്ലായിരുന്നെങ്കിൽ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സഭ ഉണ്ടാകത്തില്ലായിരുന്നു. അതാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത്. പിന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമുക്ക് മറ്റ് പല വിശ്വാസങ്ങളും നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഒരാളാണ്, അല്ലാതെ ബുക്കിൽ കാണുന്ന ഒരു 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 കഥാപാത്രം മാത്രമല്ല. ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവനോടെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, നമ്മുടെ ചാരത്തെപ്പോഴുമുണ്ട്. എപ്പോഴും ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം അവൻ മരിച്ച് കല്ലറയിലിരിക്കുകയല്ല, ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ വിശ്വസിക്കാനായിട്ട് കാരണം അവനൊരു ഓർമ്മ മാത്രമല്ല, കഴിഞ്ഞു പോയ ഒരു ഓർമ്മ മാത്രമല്ല യേശു. ജീവനോടെ ഇന്നും നമ്മളോട് കൂടെ ഇരിക്കുന്ന ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട്. ഈ സമയത്തിന് എല്ലാം മാറ്റാൻ കഴിയും എന്ന് പലരും പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രീക്കിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടുള്ളത്. ടൈം, അതാണ് പലപ്പോഴും പലരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഉടനെ ഇടപെടാത്തത്. കാരണം സമയം കൊടുക്കുക, ചിലപ്പോൾ അവർ തന്നെ രഞ്ജിപ്പിലാകും അല്ലെങ്കിൽ യോജിപ്പിലാകും. അതുകൊണ്ട് നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമില്ല. സമയം കൂടുന്തോറും അവരുടെ ആ പ്രയാസത്തിൻ്റെയും വഴക്കിൻ്റെയും ശത്രുതയുടെയൊക്കെ തീവ്രത കുറഞ്ഞ് അവർ വീണ്ടും രമ്യതയിലാകും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സമയം എടുത്ത പലതും മാഞ്ഞു പോകും. അതേപോലെ സമയം കഴിയുന്തോറും യേശുവിൻ്റെ ഈ മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലിരുന്ന ഒരാളെക്കുറിച്ചുള്ള ഓർമ്മയെല്ലാം നമ്മളിൽ നിന്നും മാഞ്ഞു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്നും യേശു ജീവനോടെ ഇരിക്കുകയാണ്, നമ്മളോട് കൂടെ. നമ്മുടെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യേശുവിനെ അറിയുന്ന ആളായിരിക്കണം. യേശുവിനെ കുറിച്ച് അറിയുന്ന ആകരുത്. അങ്ങനെ ആയാൽ മാത്രം പോരാ, യേശുവിനെ അറിയാവുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു ഫിഗർ നമ്മുടെ രാഷ്ട്രപതിയോ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അവർക്ക് നമ്മൾ
അവരെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഓരോ രാഷ്ട്രപതിയുടെ കാര്യം തന്നെ എടുത്താൽ നമുക്ക് അബ്ദുൽ കലാമിൻ്റെ പേരെടുത്താൽ അദ്ദേഹം എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, എങ്ങനെ എന്തൊക്കെ ഡിഗ്രി എടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അയാളെ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെയല്ല, യേശുവിനെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് യേശു എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എത്രാമത്തെ വയസ്സിൽ മരിച്ചു, ഇതിനേക്കാൾ ഉപരിയായിട്ട് ആ യേശുവിനെ വ്യക്തിപരമായിട്ട് ആ ഒരു ബന്ധം നമുക്കുണ്ടാകണം. ആ യേശുവായിട്ടുള്ള ഒരു അടുപ്പം നമുക്കുണ്ടാകണം. അതിന് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഉയർപ്പെന്ന് പറയുന്ന പുനരുത്ഥാനത്തിലുള്ള സന്തോഷം, അതാണ് ഫസ്റ്റ് ഈ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് നമുക്കറിയാം. എല്ലാ തിരുവഴുത്ത് സുവിശേഷകന്മാരും വിശ്വസിക്കുന്നതും നടന്നതും അങ്ങനെ തന്നെയാണ്. പെസഹായുടെ ഒന്നാമത്തെ ദിവസം, അല്ലെങ്കിൽ അതായിരുന്നു പെസഹാ ദിവസം, ഒരുക്കനാളിലായിരുന്നു മരിച്ചത്. അന്നായിരുന്നു പെസഹാ ദിവസം. ആ ഒരുക്കനാൾ തുടങ്ങുന്നത് വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയാണ് അവർ കണക്കാക്കുന്നത് യഹൂദന്മാർ. വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് വരെയാണ് ഒരുക്കനാൾ. അന്നാണ് യേശുക്രിസ്തു മരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ പഠിച്ചു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇരുട്ടുണ്ടായിരുന്നു. 9 മണി നേരത്താണ് യേശു തൻ്റെ ജീവനെ കൈവിട്ടത്. അത് അപ്പോൾ ഒരുക്കനാൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അടക്കത്തിൻ്റെ അതിനെ എടുത്ത് കല്ലറയിൽ വയ്ക്കുകയൊക്കെ ചെയ്ത സമയം, അത് ശബത്ത് തുടങ്ങുന്ന സമയമായിരുന്നു. അതാണ് ശബത്ത് ദിവസത്തിൽ യേശു കല്ലറയിൽ വിശ്രമിക്കുകയും യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും വിശ്രമിക്കുകയും ചെയ്തു. ലൂക്കോസ് 23:56 ഇങ്ങനെ വായിക്കുന്നു, കൽപ്പന അനുസരിച്ച് അവൻ ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു കല്ലറയിലും ആ ഒരു ദിവസം സ്വസ്ഥമായിരുന്നു. അതുപോലെ തൻ്റെ ശിഷ്യന്മാരും എല്ലാവരും സ്വസ്ഥമായിരുന്നു എന്നാണ് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു ഈ കൽപ്പനയെ നിസ്സാരമാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ ചെയ്ത പ്രവൃത്തി ഒരു വിചിത്രമായ പ്രവൃത്തിയാകുമായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്തിന് ശബദം അനുസരിച്ചിരിക്കണം, സ്വസ്ഥമായിരിക്കേണ്ട ആവശ്യം എന്ത് എന്ന് എല്ലാവർക്കും ചോദിക്കാം. പക്ഷേ യേശു അവിടെയും ഒരു മാതൃക, തൻ്റെ മരണത്തിലൂടെയും ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുക. അത് യേശു സ്ഥാപിച്ച ദിവസമാണ്. താൻ ശബദിനും കർത്താവാണ്. ആ യേശു കല്ലറയിൽ സ്വസ്ഥമായിരുന്നു. ശിഷ്യന്മാരും എല്ലാവരും സ്വസ്ഥമായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. യേശു അതിൻ്റെ പ്രാധാന്യം കുറച്ചിരുന്നെങ്കിൽ പിന്നെ അതവിടെ അനുസരിച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം ആകത്തില്ല. അതൊരു വിചിത്രമായ പ്രവൃത്തി ആകുമായിരുന്നു. അതിനാവശ്യമില്ലാത്ത കാര്യം എന്തിനാ ചെയ്തതെന്നുള്ളൊരിതാകും. അപ്പോൾ ശനിയാഴ്ച രാത്രി സ്ത്രീകൾ സുഗന്ധവർഗം വാങ്ങിക്കുകയും ഞായറാഴ്ച രാവിലെ മാതൃകാപരമായ ശവസംസ്കാര പ്രക്രിയ പൂർത്തിയാക്കാമെന്ന ആഗ്രഹത്തോടുകൂടി ശവകുടീരത്തിലേക്ക് പോവുകയും ചെയ്തു. തീർച്ചയായും യേശു അവിടെ ഇല്ലായിരുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ യേശു ഞായറാഴ്ച ഉയർത്തു എന്ന വസ്തുതയിൽ ക്രിസ്ത്യാനികൾ അതിൻ്റെ പ്രാധാന്യം കണ്ടു. എല്ലാവർക്കും അറിയാം, ഞായറാഴ്ച അതിരാവിലെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഞായറാഴ്ച അതിരാവിലെയാണ് സ്ത്രീകൾ അവിടെ ചെല്ലുന്നത്. അപ്പോഴേ പറഞ്ഞു, അതിലിരുന്ന ഒരു ദൂതൻ, ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ഇത് ഞായറാഴ്ചയ്ക്കുള്ള പവിത്രതയ്ക്ക് അടിസ്ഥാനമായി തീർന്നു. എന്നാൽ ഇതാണോ പുതിയ നിയമം പഠിപ്പിക്കുന്നത്? ഇത് ഞായറാഴ്ചയ്ക്കുള്ള അടിസ്ഥാനമായി തീർന്നു, ഞായറാഴ്ചയുടെ പവിത്രതയ്ക്കുള്ള അടിസ്ഥാനമായി തീർന്നു എന്ന് ഈ പുസ്തകത്തിൽ എന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച ആരാധിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ യേശുക്രിസ്തു അങ്ങനെ ഒരു കാര്യം ഇവിടെ സ്ഥാപിച്ചിട്ടേയില്ല. യേശു ഒരു ദിവസത്തെയാണ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചത്. ആ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചത് അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതിനിടയ്ക്കൊരു മാറ്റം വന്നെങ്കിൽ യേശുക്രിസ്തു അന്നവിടെ പറയുമായിരുന്നു. താൻ ജീവിച്ചിരുന്ന സമയത്തെങ്കിലും ഇവരോടെല്ലാം അറിയിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ മരണസമയത്തും ശിഷ്യന്മാരും ആ സ്ത്രീകളും എല്ലാവരും ആ നാളിൽ സ്വസ്ഥമായിരുന്നത്. പിന്നെ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സ്മാരകമായിട്ട് നമ്മൾ ഞായറാഴ്ച ആരാധനയാണോ ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ വചനത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു,
എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിനും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10 തുടങ്ങി 12 വരെ. എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പിനെ കാണിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ, പാപത്താൽ നിമഗ്നനായ പഴയ മനുഷ്യനെ നമ്മൾ അടക്കം ചെയ്യുന്നു. മരിച്ച് നമ്മൾ യേശുവിനോടുകൂടെ മരിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ പുതിയ ഒരു ജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ആ സ്നാനമാണ് ആ സ്മാരകം. അത് നമ്മൾ റോമരുടെ ലേഖനത്തിൽ അത് തന്നെ വായിക്കുന്നുണ്ട്. നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സ്മാരകം അല്ലെ പ്രതീകമായിട്ട് ഞായറാഴ്ച ആചാരം ബൈബിളിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷെ സ്നാനം അതിൻ്റെ പ്രതീകമായിട്ടാണ് നടത്തുന്നത്. സെപ്റ്റംബർ 20 തിങ്കളാഴ്ചത്തെ പാഠം, തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ കല്ല് ഉരുട്ടി നീക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ആ സ്ത്രീകളെ വിഷമിപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് സുഗന്ധദ്രവ്യങ്ങളും എല്ലാമായിട്ട് വന്നപ്പോൾ അവർക്കൊരു വ്യാകുലത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആര് കല്ല് ഉരുട്ടി നീക്കും എന്നുള്ളത്. പക്ഷേ അവർ വന്നപ്പോൾ അത് മാറ്റപ്പെട്ടിരിക്കുക. ഈ 4 കാര്യങ്ങളാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കവാക്യത്തിൽ പറയുന്നത്. മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തു, കാണപ്പെട്ടു എന്നിങ്ങനെ 4 ആശയങ്ങൾ. അത് എല്ലാ സുവിശേഷങ്ങളിലും നമുക്ക് കാണാം. അതേപോലെ ലേഖനങ്ങളിൽ നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 15-ന്റെ 3ഉം 4ഉം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. ഇതാണ് സുവിശേഷം. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നു ഈ 4 കാര്യങ്ങൾ: മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, കാണപ്പെട്ടു. പക്ഷെ ഇവിടെ യേശു മഗ്ദലക്കാരി മറിയയോട് പറയുന്നത്, അവർ ഈ പുരുഷൻ അത് പറഞ്ഞപ്പോഴേക്കും അവർ അത് വിശ്വസിച്ചില്ല. നിങ്ങൾ പോയി ആ ദൂതൻ, ആ കല്ലറയിൽ കണ്ട ദൂതൻ, 7-ാമത്തെ വാക്യം മർക്കോസ് 16, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. ആ സ്ത്രീകൾ വന്നപ്പോൾ ഈ പുരുഷൻ, ആ കല്ലറയിൽ ഇരുന്ന പുരുഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പേടിക്കേണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് അവനെ അടക്കിയിരുന്ന സ്ഥലം ഇതാ. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. ഇതാണ് ഏറ്റവും മനോഹരമായൊരു ഭാഗം ഈ അധ്യായത്തിൽ. ശിഷ്യന്മാരോടും പത്രോസിനോടും. പത്രോസ് ശിഷ്യനായിരുന്നു അല്ലേ? പക്ഷെ എന്തിനായിരിക്കും പത്രോസിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്? എന്താണ് പറയേണ്ടത്? ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പത്രോസിന് ദൈവം എന്തുകൊണ്ടാണ്, യേശു എന്തുകൊണ്ടായിരിക്കും ആ പേര് എടുത്തു പറയാൻ കാരണം യേശുവിന് പത്രോസിൻ്റെ നമ്മുടെ എല്ലാം മനസ്സറിയാവുന്ന യേശുവാണ്. യേശുവിനെ അറിയാമായിരുന്നു അവൻ്റെ മനസ്സ് ഇപ്പം എത്രമാത്രം പ്രയാസത്തിലിരിക്കുകയാണ്. അന്ന് ആ നോട്ടം ആ മഹാപുരോഹിതൻ്റെ ആസ്ഥാനത്ത് വെച്ച് പലരും അവനോട് ചോദിച്ചപ്പോഴൊക്കെ, അതിനു മുമ്പ് ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറില്ല എന്ന് വാശിയോടെയും വളരെ ആത്മവിശ്വാസത്തോടെയും പറഞ്ഞ പത്രോസ് ആ നിസാരക്കാരായ മനുഷ്യരുടെ ചോദ്യത്തിന് മുമ്പിൽ തൻ്റെ നാഥനെ തള്ളിപ്പറയായിരുന്നു. അപ്പോൾ യേശു അവനെ നോക്കി. ഞാൻ പറഞ്ഞ കാര്യം അപ്പോഴവന്
യേശു പറഞ്ഞ കാര്യം അവന് ഓർമ്മ വന്നു. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അപ്പോഴേ യേശുവിനറിയാം അവൻ്റെ മനസ്സ് എത്രമാത്രം വ്യാകുലപ്പെട്ടിരിക്കും. എന്നെ യേശു തള്ളിക്കളഞ്ഞു, ഞാനിനി ഒരു ശിഷ്യനാകാൻ യോഗ്യനല്ലയോ എന്നുള്ള ചിന്തകളൊക്കെ അവനെ ഭരിച്ചിരുന്നു. അത് യേശുവിനറിയാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പത്രോസിൻ്റെ പേര് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും മനോഹരമായിരിക്കുന്നത്. അപ്പോൾ യേശു എപ്പോഴും നമ്മൾ ചെയ്ത തെറ്റുകളെ ഇങ്ങനെ കൂട്ടുവെച്ച് നമ്മളോട് വെറുപ്പ് കാണിക്കുന്ന ഒരാളല്ല. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചത് എന്താണ്, ഏത് സാഹചര്യത്തിലാണ് അവരത് തെറ്റ് ചെയ്തതെന്നും അതിൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്നും അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളെല്ലാം അറിയാവുന്ന യേശുവാണ്. എപ്പോഴും നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലാം. അതാണ് നമ്മളിവിടെ പത്രോസിനോടും എന്ന് പറഞ്ഞതിലൂടെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് മുമ്പ് ഗലീലയ്ക്ക് പോകുന്നു. അപ്പോൾ ഞാൻ വായിച്ചപ്പോഴതെങ്ങനെ, എന്തിനാണ് ഈ ഗലീലയ്ക്ക് പോകുന്നത്? അപ്പോഴാണ് നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോഴേ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ ഗലീലയിൽ നിന്നാണ്. ശരിക്കും യേശു വളർന്നത് നാസറത്തിലാണ്. ഈ ഗലീലയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് നാസറത്ത്. അവിടെയാണ് വളർന്നതെങ്കിലും തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്, താൻ പ്രായപൂർത്തിയായി 30 വയസ്സായി കഴിഞ്ഞപ്പോൾ അത് ആരംഭിക്കുന്നത് ഗലീലയിൽ വെച്ചാണ്. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കാൻ കാരണം നാസറത്തിൽ ഇതേപോലെ ഉള്ള ഒരു നല്ല വിശ്വാസമുള്ളവരെ കാണുന്നില്ലായിരിക്കും. കാരണം നമ്മൾ ഗലീലയിൽ വന്നപ്പോഴാണ് ആരൊക്കെയാണ് അന്ത്രയോസിനെ കാണുന്നു, ഷിമോൻ പത്രോസിനെ കാണുന്നു, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ഇവരെല്ലാവരെയും യേശു വേലയ്ക്കായിട്ട് വിളിക്കുന്നത് ആ സ്ഥലത്ത് വെച്ചാണ്, ഗലീലയിൽ വെച്ചാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് വിവരിച്ചിരിക്കുന്നത്, ഈ ശിഷ്യന്മാരെല്ലാം. അതിനിടയ്ക്ക് ഒരാളുടെ പേര് പറയുന്നുണ്ട്, നഥനയേലിൻ്റെ അടുത്ത് ഫിലിപ്പോസ് ചെന്ന് പറയുന്നുണ്ട്, നമ്മൾ കാത്തിരുന്ന മിശിഹ. അതേപോലെ അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമോന് പരിചയപ്പെടുത്തുന്നത് തന്നെ നമ്മൾ കാത്തിരുന്ന മിശിഹയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രോസിനോട് പറയുന്നത്. അതേപോലെ ഈ ഫിലിപ്പോസും നഥനയേലോട് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ കാത്തിരുന്ന മിശിഹ ഈ നസറത്തുകാരനായ യേശുക്രിസ്തു ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നഥനയേൽ ചോദിക്കുന്നുണ്ട്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ അവരെല്ലാവരും ദൈവത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കുന്ന ഒരാളായിട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം യേശു തൻ്റെ ശുശ്രൂഷ അവിടെ നടത്താതെ ഗലീലയിൽ വന്ന്. ഗലീലയിൽ കുറേ പേര് പാവപ്പെട്ടവരാണെങ്കിലും മീൻ പിടിക്കുന്നവരാണെങ്കിലും അവരെല്ലാം വരുവാനിരിക്കുന്ന രക്ഷകനിൽ വിശ്വസിച്ച് കാത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് അന്ത്രയോസ് എന്ന് ശിമോനോട് പറയുന്നത്, നമ്മൾ കാത്തിരുന്ന മിശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ഫിലിപ്പോസ് എന്ന നഥനയേലിനോട് അത് തന്നെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരെല്ലാവരും ആ ഒരു മിശിഹയെക്കുറിച്ച് കാത്തിരുന്നു. അപ്പോൾ അവരുടെ കാത്തിരിപ്പിനൊത്ത വിധത്തിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും യേശുവിൽ കണ്ടത്. അവരത് സ്വീകരിക്കുകയും ചെയ്തു. അതായിരിക്കണം ഗലീലയിൽ തന്നെ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ശിഷ്യന്മാർക്ക് കൊടുക്കാൻ പോകുന്ന പുതിയ കുറേ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചുമതലകൾ അത് യേശു അവർക്ക് നൽകാനിരിക്കുന്ന ഗലീലയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഗലീലയിലേക്ക് നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, അവിടെ വെച്ച് നമ്മളെ കാണാം എന്ന് പറഞ്ഞു. ആ സ്ത്രീകൾ അങ്ങനെ അവർ ഓടിപ്പോയെങ്കിലും 9-ാമത്തെ വാക്യം, അവർ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടു എന്ന് അവർ കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർ, അപ്പോൾ ആദ്യം ചെന്ന് പറഞ്ഞത് മഗ്ദലക്കാരിത്തി മറിയയായിരുന്നു ചെന്ന് പറഞ്ഞത്, അവരത് വിശ്വസിച്ചില്ല. പലപ്പോഴും ഇത് അവരൊരു സ്ത്രീ ആയിരുന്നത് കൊണ്ടായിരിക്കാം. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ സ്ത്രീകൾക്ക് അത്ര വലിയ ഒരു പ്രാധാന്യം അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അതൊരു സ്ത്രീ വന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അവർ വിശ്വസിക്കാതിരുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരുന്ന 2 ശിഷ്യന്മാരെ കുറിച്ച്. അവർ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഞായറാഴ്ചയായിരുന്നു അവർ നടന്നു പോയത്. അയാളുടെ പേരാണ് ക്ലിയോപ്പാവ്. ഒരാളുടെ പേര് മാത്രമേ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ക്ലിയോപ്പാവിൻ്റെ കൂടെ വേറൊരു ശിഷ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നടന്നു പോകുന്ന വഴിക്കാണ് യേശു അവരോട് കൂടെ ചേർന്ന് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയത്. അന്ന് രാത്രി തന്നെ അവർ വീണ്ടും 7 മൈൽ ദൂരം വീണ്ടും അവർ തിരിച്ച് നടന്ന് യെരുശലേമിൽ വന്ന് ശിഷ്യന്മാരോട് ഇത് പറഞ്ഞു. എന്നിട്ടും അവരത് വിശ്വസിച്ചില്ല. അപ്പം നമുക്ക് ഇപ്പോഴും ഒത്തിരി നിരീശ്വരവാദികൾ ഇത് വിശ്വസിക്കാത്തവരുണ്ട്. അതിൻ്റെ ചില കാരണങ്ങൾ ഈ നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആർക്കായാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം, എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്ത ദൈവം, ആ ദൈവത്തിൽ നിന്നുള്ള ജീവനാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ കൊടുത്ത ദൈവത്തിന് ഈ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതും വിശ്വസിക്കാവുന്ന കാര്യമാണ്. ദൈവമുണ്ടെങ്കിൽ, ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, എല്ലാത്തിനും ജീവൻ കൊടുത്തത്, ആ ദൈവത്തിന് മരിച്ച ഒരാളെ ഉയർപ്പിക്കാനായിട്ടും കഴിയും എന്ന് വിശ്വസിക്കുക. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പുനരുദ്ധാനത്തെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തത്, ശവക്കല്ലറ തീർച്ചയായും ഒഴിഞ്ഞു കിടന്നു. അപ്പം നിരീശ്വരവാദിയായ ചരിത്രകാരന്മാർ പോലും ഇത് അംഗീകരിക്കുന്നു, കല്ലറ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം അതിനർത്ഥം എന്തായിരിക്കും? അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അത് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഈ ഒരു വാദം തെറ്റിപ്പോകുമായിരുന്നു, അല്ല അത് പരാജയപ്പെടുമായിരുന്നു. ആ ബോഡി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ ബോഡി ഇല്ല, ശരീരമില്ല. അപ്പോൾ പിന്നെ അതെന്ത് ചെയ്യാം? അത് ഉയർത്തെഴുന്നേറ്റിരിക്കാം എന്ന് വിശ്വസിക്കേണ്ട ആവശ്യം വരികയാണ്. അതേപോലെ മൂന്നാമത് പറയുന്നത്, ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ കൂട്ടരുണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിനും ഒരു വിശദീകരണവും കൊടുക്കാൻ പറ്റില്ല. കാരണം ശിഷ്യന്മാർക്ക് എന്തായാലും അവിടെ റോമൻ ചക്രവർത്തിമാർ ഏർപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ റോമൻ ഭരണാധികാരികൾ ഏർപ്പെടുത്തിയിരുന്ന ആ കാവൽക്കാരെ മറികടന്ന് ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഒരു പരാജയമായിരുന്നു അതെന്ന് പറയാം. റോമൻ ജോലിക്കാരുടെ അല്ലെങ്കിൽ കാവൽക്കാരുടെ ഒരു പരാജയമായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് അവർ മോഷ്ടിച്ചെങ്കിൽ എന്തുകൊണ്ട് അവർ ആ ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്തില്ല? റോമൻ ഭരണാധികാരികൾ അന്നത് അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല. പിന്നെ നാലാമത് പറയുന്നത്, പലരും യേശുവിനെ കണ്ടു എന്ന് സാക്ഷ്യം പറയാം. ഒരാളല്ല സാക്ഷ്യം പറയുന്നത്, പലരും പറയുകയാണ് ഞങ്ങൾ കണ്ടു. ആ 2 ശിഷ്യന്മാർ, എമ്മാവൂസിലേക്ക് പോയവർ, മേരി സാക്ഷ്യം പറഞ്ഞു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇതിനെ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പൗലോസ് തന്നെ എല്ലാവർക്കും സാക്ഷ്യമായ ലോകത്തിലെങ്ങും അത് പറയായിരുന്നു, യേശു എനിക്ക് വെളിപ്പെട്ട് വന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഈ യേശുവിനെ ഉയർപ്പ് എന്നുള്ളത് ഇല്ലാത്തൊരു കാര്യമാണ്, കള്ളക്കഥയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ചൊവ്വാഴ്ചയിലെ പാഠത്തിലേക്ക് വരുമ്പോൾ, കല്ലറയ്ക്കരികിലെ സ്ത്രീകൾ, കുരിശിനരികെ ക്രിസ്തുവിൻ്റെ മരണസമയത്ത് നിന്നിരുന്ന സ്ത്രീകൾ ശബത്തിൻ്റെ നാഴികൾ കടന്നു പോകുന്നത് കാത്തിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അധികാലത്ത് തന്നെ കർത്താവിൻ്റെ ശരീരത്തിൽ ലേപനം ചെയ്യുവാനുള്ള സുഗന്ധവർഗ്ഗങ്ങളുമായി അവർ കല്ലറയ്ക്കൽ പോയി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കുമെന്ന കാര്യം അവർ ചിന്തിച്ചില്ല. അവരുടെ പ്രത്യാശ അസ്തമിച്ചിരുന്നു. അതാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അവർക്ക് പ്രത്യാശയൊന്നുമില്ലായിരുന്നു. പക്ഷെ അവർ പോയത് ആ ഡെഡ് ബോഡിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടാണ് പോയത്, ലാസ്റ്റ് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട്. അതിനായിട്ടാണ് അവർ പോയത്, ആ ഡെഡ് ബോഡിയെ അഭിഷേകം ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്കും അങ്ങനെ ഒരു പ്രത്യാശയിലല്ല അവരവിടെ വരുന്നത്. അതുപോലെ ശിഷ്യന്മാരിലാണെങ്കിൽ ശിഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ മനോഭാവം എല്ലാം തീർന്നു, ഒരു ദുരന്തമായി തീർന്നല്ല, മരിച്ചു കഴിഞ്ഞു.
ഇനി ഒന്നും പ്രത്യാശയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ സമയത്താണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഇത് ഡിസയർ ഓഫ് ഏജസിലെ ഒരു കൊട്ടേഷനാണ് അവിടെ കൊടുത്തിരുന്നത്, അല്ലെ യുഗങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്ന പുസ്തകത്തിൽ. സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ വായനക്കാർക്ക് യേശുവാണ് മശിഹ എന്നറിയാമായിരുന്നു. എന്നാൽ ആ വാക്യത്തിൽ 8:29 അവൻ മശിഹാണെന്ന് പ്രഖ്യാപിക്കുന്ന ഭൂതഗ്രസ്തനല്ലാത്ത ആദ്യ മനുഷ്യൻ പത്രോസായിരുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നതിന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ദൈവപുത്രനാണ് മശിഹായിട്ട് വരുന്നത്. അത് എല്ലാ യഹൂദന്മാർക്കും അറിയാമായിരുന്നു. അത് ഭൂതഗ്രസ്തനായവരൊക്കെ വിളിച്ചു പറഞ്ഞു, നീ അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ്, മിശിഹായാണ് എന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ പറഞ്ഞത് പത്രോസാണ്. പത്രോസിനോട് ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ യേശു പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അപ്പോൾ എല്ലായിടത്തും യേശു ക്രിസ്തു ഇത് പലരിടത്തും പറഞ്ഞു, നിങ്ങൾ ആരോടും, പലരെയും സൗഖ്യമാക്കിയപ്പോഴും, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോഴും, അന്ധനെ സൗഖ്യമാക്കിയപ്പോഴും, ചെകിടനെ ഊമനെയെ സൗഖ്യമാക്കിയപ്പോഴും ഒക്കെ പറഞ്ഞു, നിങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു യേശുവിൻ്റെ മരണത്തിനായിട്ട്. അത് നമ്മളിതിനു മുമ്പും പല ക്ലാസ്സിലും ചർച്ച ചെയ്തു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25 തുടങ്ങിയുള്ള 25, 26, 27 വാക്യങ്ങളിൽ മശിഹായുടെ ജനനം, സ്നാനം, മരണം, ഉയർപ്പ് ഇതെല്ലാം ആ സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എപ്പോഴാണ് നടക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ഇതൊന്നും വെളിപ്പെടുത്തരുത്, തനിക്ക് ഇനിയും ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്, അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഇതല്ലാതെ നാം എന്താണ് വായിക്കുന്നത്? അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉയർപ്പിച്ചും പോന്നു. അപ്പോൾ ഇത് കൊടുക്കുന്ന ആഹ്വാനമാണ്. യേശു ആ പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പ്രവർത്തനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടന്നത് കാണാം. കാരണം ദൈവം അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുക. യേശുക്രിസ്തു അവരോട് കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ബുധനാഴ്ചത്തെ പാഠം മറിയയ്ക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെട്ടു. മർക്കോസ് 16:9 തുടങ്ങി 20 വരെയുള്ള ഏതാണ്ട് എല്ലാ ഭാഗങ്ങൾക്കും പുതിയ നിയമത്തിലെ മറ്റു ഭാഗങ്ങളുമായി സമാനതകളുണ്ട്. മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ ശവക്കല്ലറയിൽ കാണുന്നു. പ്രതി 11 പേരെ ദൗത്യം ഏൽപ്പിച്ച്, ഇതെല്ലാം ഈ ഭാഗം എല്ലാ സുവിശേഷങ്ങളിലും ഉള്ളതാണ്. അപ്പം മരിച്ച യേശുവിനെ ജീവനോടെ ആദ്യം കണ്ടത് മഗ്ദലക്കാരത്തി മറിയായിരുന്നു. മറ്റ് സ്ത്രീകളും അവനെ കണ്ടുവെന്നും മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി കണ്ട സ്ത്രീകളായിരുന്നു എന്നത് പ്രധാനമാണ്. പുരാതന കാലത്ത് സാക്ഷികൾ എന്ന വിധം സ്ത്രീകൾക്കൊരു ഉന്നത സ്ഥാനം ഇല്ലായിരുന്നത് കൊണ്ട് ഈ കഥ കെട്ടിച്ചമച്ചതായിരുന്നെങ്കിൽ ആദ്യ സാക്ഷികളായി പുരുഷന്മാരെ വിളിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ടാകുമായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ കെട്ടിച്ചമച്ചുകൊണ്ടാക്കിയതാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർ പുരുഷന്മാരെ ആദ്യം ആരുടെയെങ്കിലും, ഇത് കെട്ടിച്ചമച്ചതെന്ന് പറഞ്ഞാൽ കള്ളം ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുരുഷന്മാരുടെ പേരുകൾ. പക്ഷേ അവിടെ നടന്ന സംഭവം അതുപോലെ തന്നെയാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത്. ഒരു സ്ത്രീക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് യഹൂദന്മാരുടെ ഒരു സ്ത്രീകളുടെ സാക്ഷ്യം അവരത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. പുരുഷന്മാരെ വിളിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ അത് പുരുഷന്മാരല്ല, 12 പേരും അല്ല, എന്നാൽ ഒരു സ്ത്രീ. അവൾ ഈ സദ്വർത്തമാനം പറയുവാൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. എന്നാൽ അപ്രതീക്ഷിതമായി അവർ അവളുടെ സാക്ഷ്യം വിശ്വസിച്ചില്ല. മിക്കവാറും അത് അതിശയകരമാണെന്ന് തോന്നിയതിനാലും നിർഭാഗ്യവശാൽ മറിയ ഒരു സ്ത്രീ ആയതിനാലുമാണ്. അപ്പോൾ അവർക്കത് വിശ്വസിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു, ഒരവസ്ഥയിലല്ലായിരുന്നു അവർ. കാരണം യേശുക്രിസ്തു ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ യെരുശലേമിൽ പോകും, പീഡനം അനുഭവിക്കേണ്ടി വരും, മരിച്ചും അടക്കപ്പെട്ട് 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 3 സ്ഥലത്ത് പറയുന്നുണ്ട്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഇനി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതൊരു സ്ത്രീയായിരുന്നു. സ്ത്രീയുടെ സാക്ഷ്യത്തിന് അവിടെ അത്രയും വിലയില്ലായിരുന്നു. യേശുവിൻ്റെ പുനരുദ്ധാന കഥയ്ക്ക് വേണ്ടി തർക്കിച്ച് സാധൂകരിക്കുന്നവർ യേശുവിനെ ആദ്യമായി കണ്ടത് സ്ത്രീകളാണെന്ന ഈ വസ്തുത കഥയുടെ സത്യസന്ധതയ്ക്ക് ശക്തമായ തെളിവായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ കള്ളമാണ് ആയിരുന്നെങ്കിൽ, കള്ളം മെനഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ആ സ്ത്രീക്ക് പകരം ഒരു പുരുഷനെ അവർക്ക് ഉണ്ടാക്കാമായിരുന്നു, അവിടെ സ്ഥാപിക്കാമായി, പുരുഷൻ കണ്ടു എന്നായിട്ട്. അപ്പോൾ ഇത് കള്ളമല്ല എന്ന് തെളിഞ്ഞിരിക്കുക. ഈ കഥ കെട്ടിച്ചമച്ചതായിരുന്നെങ്കിൽ മർക്കോസ് 16:14 സംഭവിച്ചത് ഒരു അർത്ഥവും ഉണ്ടാക്കുകയില്ലായിരുന്നു. 16:14 നമ്മളിങ്ങനെ വായിക്കും. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അപ്പോൾ അതും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. അവരുടെ ആ കുറവ്, അവരുടെ അവിശ്വാസത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതൊരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ അതൊന്നും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ അവിശ്വാസത്തെ യേശുക്രിസ്തു ശാസിക്കുന്നത് പോലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ അവിശ്വാസത്തിന്. അപ്പോൾ എന്തിനവർ സ്വയം മോശമായി കണ്ടു? ഈ കഥ കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ അവരെ തന്നെ അവരൊരു മോശമായിട്ട്, ഒരു വിശ്വാസവും ഇല്ലാത്തവരായിരുന്നു ശിഷ്യന്മാരെന്ന് വെളിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നത്. അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്ത്? അവരുടെ ഹൃദയകാഠിന്യത്തിന് അവരെ യേശു ശാസിക്കേണ്ടി വന്നു. അവൻ്റെ അറസ്റ്റ് മുതൽ അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ വരെയുള്ള സുവിശേഷ വിവരണം, അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ വരെയുള്ള സുവിശേഷ വിവരണം അവൻ്റെ അനുയായികളെ വളരെ നിഷേധാത്മകമായി ചിത്രീകരിക്കുന്നു. അതായത് ഓടിപ്പോക്ക്, തള്ളിപ്പറയൽ, അവിശ്വസിക്കൽ തുടങ്ങിയവ. വിപരീതമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ധൈര്യത്തോടും അചഞ്ചലവുമായി ഘോഷിച്ചതും ഇതെല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന പ്രത്യാശയും അവരുടെ അവകാശങ്ങൾക്ക് സത്യസന്ധമായ ശക്തിയുള്ള തെളിവ് പ്രദാനം ചെയ്യുന്നു. അപ്പം ഉയർത്തെഴുന്നേൽക്കുന്നതിന് അവർ വിശ്വസിക്കുന്നതിന് മുമ്പ് അവർ വളരെയധികം ഹൃദയകാഠിന്യമുള്ളവരും അവിശ്വാസം നിറഞ്ഞവരുമായിരുന്നു. പക്ഷേ പിന്നീട് അവർ ധൈര്യത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ദൈവം യേശു കൊടുത്ത അവരുടെ ഒരു കമ്മീഷൻ, ഒരു ആഹ്വാനം, നിങ്ങൾ ചെയ്യേണ്ടത് മർക്കോസ് 14:15 തുടങ്ങി വയ്ക്കും. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിപ്പിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ പല പ്രാസംഗികർ സർപ്പത്തെ കയ്യിലെടുത്ത്, ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു പ്രാസംഗികൻ ആ പാമ്പ് കടിച്ചു മരിച്ചു. ഇത് കാണിക്കാനായിട്ടാണ് എനിക്ക് ഭയങ്കര ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്നും പറഞ്ഞ് സർപ്പത്തെ, ഇവിടുത്തെ ഒരു വാക്യം സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞതാണ് കാണിച്ചത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം അവരുടെ കഴിവ് കാണിക്കാനല്ല, അവരുടെ കഴിവ് കാണിക്കാനല്ല, യേശു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു എന്നാണ് കാണിക്കുന്നത്. സുവിശേഷം ലോകത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യം യേശു അപ്പോൾ ശിഷ്യന്മാർക്ക് നൽകി. അവൻ്റെ കൽപ്പന വ്യാപ്തിയുള്ളതായിരുന്നു. അവർ ലോകം മുഴുവനും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം ഘോഷിക്കണമായിരുന്നു. അപ്പോൾ യേശു അവരുടെ അധ്വാനത്തിൻ്റെ ഫലവും കഷ്ടപ്പാടും വിശദീകരിച്ചു. വിശ്വാസികൾ രക്ഷിക്കപ്പെടും, അവിശ്വാസികൾ ശിക്ഷിക്കപ്പെടും. ശിഷ്യന്മാരെ പിൻചെല്ലുന്ന അത്ഭുതങ്ങളെയും യേശു വിശദീകരിച്ചു. അത് എന്തൊക്കെയാണ്? ശിഷ്യന്മാരെ പിൻചെല്ലുക, അവർ പരിപൂർണമായിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ, കാരണം ദൈവം പുത്രനെ അയച്ചത് തന്നെ യോഹന്നാൻ 3:14 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അത് തന്നെയാണ് ഇവിടെ യേശു വീണ്ടും അരുളി ചെയ്യുന്നത്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ ചെയ്തവർ പരിപൂർണ വിശ്വാസം. അപ്പം നമുക്ക് സംശയം ഉണ്ടാകും, നമുക്കിപ്പോൾ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്. അത് നമ്മൾ തന്നെ ശോധന. കാരണം വിശ്വസിക്കുന്നവരുടെ ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും.
അവരുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് അവരുടെ നേച്ചർ മാറും, അവരുടെ പ്രകൃതം മാറും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിലൂടെയും ദൈവം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. രോഗികളെ സൗഖ്യമാക്കിയാൽ ക്രിസ്ത്യാനി വിഷപ്പാമ്പുകളെ പിടിച്ചെടുക്കുന്ന അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമെന്ന വിധം ചിലർ മർക്കോസ് 16:18 തെറ്റായ വിധം ചിത്രീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ നമ്മൾ ശരിക്കും യേശുവിൽ വിശ്വസിച്ചെന്ന് കാണിക്കുന്നതിന് നമ്മളിതൊക്കെ ചെയ്യണം. എന്താണ്, സർപ്പത്തെ എടുത്തു പിടിക്കണം, സർപ്പം നമ്മളെ കടിക്കില്ല, അതുപോലെ രോഗികളെ സൗഖ്യമാക്കണം, പുതുഭാഷ പറയണം, എന്നാലേ നമ്മൾ ശരിക്കും വിശ്വസികളായു എന്ന് തെളിയുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ദൈവം അങ്ങനെ ഒരു സാഹസിക പ്രവൃത്തി അവരുടെ ഇവിടെ അധികാരപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 28:3-6 കാണുന്ന പോലെ പൗലോസിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനം എന്ന വിധം സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംരക്ഷണത്തെയാണ് യേശു ചിത്രീകരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കർത്താവ് ആയിരുന്നു ഇവരോട് കൂടെ പ്രവർത്തിച്ചിരുന്നതെന്നാണ്. അപ്പോൾ തീർച്ചയായും ക്രിസ്ത്യാനികൾ എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടും എന്ന് ബൈബിളും പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ്. എത്ര പേരാണ് രക്തസാക്ഷികളായി തീർന്നത്. യേശു അങ്ങനെയാണെങ്കിൽ അവരെ സംരക്ഷിക്കാമായിരുന്നു അവരുടെ ജീവനെ. അതല്ല, നമ്മുടെ ത്യാഗം എത്രയാണ്. നമ്മൾ നമ്മുടെ ജീവനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, യേശുവിൻ്റെ വചനത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തെളിവാക്കുന്നതായിരുന്നു അവരുടെ ജീവിതങ്ങളെല്ലാം. അവരാരും അവരുടെ ജീവനെ സ്നേഹിച്ചില്ല. യേശുവിൻ്റെ സഭ വളരണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു അവർക്കുണ്ടായത്. എല്ലാം വിറ്റ് ഒരുമിച്ച് കൂടി എല്ലാവർക്കും വിറ്റ് കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാവരുടെ ആവശ്യത്തിന് ചിലവഴിക്കുകയാണ് ചെയ്തത്. സ്വന്തമായിട്ട് അവരൊന്നും സൂക്ഷിക്കാതെ സ്വാർത്ഥത എന്ന് പറയുന്നത് അവരിൽ നിന്നും മാറിപ്പോകും. അതാണ് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ തെളിവ്. അവർ നിസ്വാർത്ഥരായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവനെ അവർ സ്നേഹിച്ചതേയില്ല. അങ്ങനെയാണ് അത്രയും രക്തസാക്ഷികൾ അവിടെ ഉണ്ടായത്. അതുപോലെ നമ്മളും ആയിത്തീരും. നമ്മളും ദൈവവേലയ്ക്കായിട്ട് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുക. നമ്മളെല്ലാവരോടും സുവിശേഷം അറിയിക്കേണ്ടവരാണ്. പക്ഷേ നമ്മളിപ്പോഴും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും നമ്മുടെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണോ ഈ വേല ചെയ്യുന്നത്? അപ്പോഴേ ഒരിക്കലും അത് മുന്നോട്ട് ശരിയായിട്ട് പോകത്തില്ല. അപ്പം അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകുകയാണ് ഏറ്റവും അത്യാവശ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവസാന വാക്യം ശ്രദ്ധിക്കുക. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർ എല്ലായിടത്തും പോയില്ലെങ്കിലും അവർ പോയത് ഒറ്റയ്ക്കായിരുന്നില്ല. അന്ന് ശിഷ്യന്മാർ ആ പ്രദേശങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അവിടെ ഒരു പ്രശ്നമൊക്കെ നടക്കുമ്പോഴാണ് ഓരോരുത്തരും അന്യനാടുകളിലേക്ക് പോയത്. അങ്ങനെ സെൻറ്റ് തോമസ് ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ അവർ ഒറ്റയ്ക്കല്ല പോയിരുന്നത്. ആ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അന്ന് അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ആരംഭിച്ച വേല നാം തുടരുമ്പോൾ അവൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും വാഗ്ദത്തം ചെയ്തു. അതാണ് നമുക്ക് ഇന്നത്തെ ഈ പാഠത്തിൽ നിന്നുള്ള പാഠം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം. ദൈവം നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയുന്ന ദൈവമാണ്. പത്രോസിനെ പോലെ നമ്മൾ തെറ്റ് ചെയ്താലും ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുന്ന ദൈവമാണ്. അതുപോലെ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കൂടെ എന്നും പ്രവർത്തിക്കുന്ന ദൈവം. നമ്മൾ എവിടെ വേലയ്ക്ക് പോയാലും ഒറ്റയ്ക്കല്ല, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ പാഠം അവസാനിപ്പിക്കാം. ഏറ്റവും അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഇന്നടിയങ്ങൾ ഈ പാഠം പഠിച്ചപ്പോൾ അവിടുത്തെ ആത്മാവ് കൂടെ ഇരുന്ന് അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം നാഥ. അങ്ങയുടെ ആത്മാവിനെ അടിയങ്ങളിൽ പകർന്നുകൊണ്ട് ആ ധൈര്യത്തിൽ അടിയങ്ങൾ മുന്നോട്ട് പോകാനും ദൈവവേല ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നല്ലൊരു മാതൃകയായി നല്ലൊരു എല്ലാവരും സ്നേഹിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥത എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാം യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.